ഈ പദ്ധതി ആരംഭിക്കുമ്പോൾ ശ്രീ അടൂർ പ്രകാശ് മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശമായിരുന്നു ഇവിടെ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ നിശ്ചിതമായ ഒരു ഭാഗം ഈ എക്കോ ടൂറിസത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കും അതിനോടനുബന്ധമായിട്ടുള്ള തുടർ വികസനത്തിനും വേണ്ടി മാറ്റിവെക്കപ്പെടണമെന്നുള്ളത്. അതേപോലെ തന്നെയാണ് അടവിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെയും അവിടവുമായി ബന്ധപ്പെട്ടുള്ള തുടർ വികസനത്തിനും പരിപാലനത്തിനും വേണ്ടി മാറ്റിവെക്കണമെന്ന് പറഞ്ഞു. ഇവിടെ അത്തരത്തിലുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ആക്ഷേപം. അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. 4 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ ആരോഗ്യത്തെ സംബന്ധിച്ച് നമുക്കറിയാം. ആ കുഞ്ഞിനെ ഒരു കോൺക്രീറ്റ് തൂണിൽ തൊട്ടപ്പോൾ ഇത് മറിഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ എന്താണ് ഇവിടുത്തെ സ്ഥിതി എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും. അതുകൊണ്ട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, കേരളത്തിന്റെ ഒരു വനം വകുപ്പ് മന്ത്രി കേരളത്തിൽ ഒട്ടേറെ ആളുകൾ കാട്ടുമൃഗങ്ങളുടെ അപകടത്തിൽ മരണപ്പെടുമ്പോൾ പറയുന്നത് പോലെ ഇവിടെയും പറഞ്ഞിട്ടുണ്ട്, അന്വേഷണം നടത്തി അതിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന്. എന്നാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്? ആരാണ് ഇതിന് ഉത്തരവാദികൾ? കൃത്യമായ അന്വേഷണം നടത്തി കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കുകയും സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ഈ കുറ്റക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യണമെന്നാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്.